ആടാ ഞാൻ കാണിച്ചു തരാന്ന് എനിക്ക് തെളിവ്. പിന്നെന്താ പറഞ്ഞത് നീ? ഞാനിക്ക മരിച്ചപ്പോ മയ്യത്ത് കൊണ്ടുവന്നപ്പോഴാണ് ആ വീട്ടിലേക്ക് കേറിപ്പോയിന്ന്. ആണോ? ഷോ ഭയങ്കര അറിവാണല്ലോ നിനക്ക്, ഭയങ്കര അറിവാണ്. എടാ മൈ ഗുണാപ്പൻ ഷെരീഫേ, എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, എടാ മയ്യേ, നീ ഫസ്റ്റ് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. ഇങ്ങനെ കുഴു തുള്ളണ്ട, അവിടെ നിക്ക്, നീ തുള്ളണ്ട. 10-15 കൊല്ലം ജീവിച്ച, എന്റെ കൂടെ ജീവിച്ച, ഞാൻ കൂടെ കിടന്ന എന്റെ ഇക്ക മരിച്ചാല് മരിപ്പ് കൊണ്ടുമ്പോഴല്ലടാ മൈ മോനെ ഞാൻ അവിടെ എത്തിയത്. എടാ മൈ മോനെ, ഞാന് ഹോസ്പിറ്റലില് രാത്രി നീ ആലോചിച്ചോ, രാത്രി 9:30 എന്റെ ഇക്ക വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എന്റെ മോന് ബർത്ത്ഡേ ഡ്രസ്സ്, എന്റെ മോന് ബർത്ത്ഡേ 27-ാം തീയതി എന്റെ മോന്റെ ബർത്ത്ഡേ, സെപ്റ്റംബർ 27-ന് എന്റെ മോന്റെ ബർത്ത്ഡേ ചെറുതിന്റെ, 23-ാം തീയതി ഇക്ക മരിക്കുന്നത്, 27-ന് എന്റെ ഇക്ക ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് വാട്സപ്പിൽ ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട്. നമ്മളെ പത്രിപാല മണ്ണൂരുള്ള ഷോപ്പില്, ആ ഷോപ്പിൽ എന്റെ ഇക്ക കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. മൈ ഗുണാപ്പൻ ഷെരീഫെ, മൈ മോനെ ഡാഷ് മോനെ. അപ്പോ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഒരു 8:30-9 മണി. പിന്നെ ഞാൻ എന്റെ അവിഹിതം പിടിച്ചു. എവിടെടാ മൈ മോനെ തെളിവ്? എന്റെ ഇക്ക ഖബറിന്ന് എണിച്ചു വന്നിട്ട് പറഞ്ഞോടോ, എന്നെ കൊന്നതാണ് അവൾക്ക് അവിഹിതം ഉണ്ടായിരുന്നു. എടാ മൈ ഡാഷ് മോനെ, എനിക്ക് എന്റെ ഇക്ക അത്ര കോഴനല്ലടാ. പെണ്ണിന്റെ അവിഹിതം കണ്ട മരിക്കാൻ അത്ര തരം താഴുന്ന രീതിയിൽ, മരിക്കേണ്ട രീതിയിലല്ല, കാരണം അടിച്ച് പുകച്ചിട്ട് ആള് പോവുള്ളൂ. എന്റെ കാരണം അടിച്ച് പൊളിച്ചിട്ടേ ആള് ഈ ദുനിയാവുന്ന് പോവുള്ളൂ. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആണ് എന്റെ ഇക്ക, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഓക്കെ മോൻ മയ്യേ, ഓക്കെ. പിന്നെ എന്റെ ഇക്കാന്റെ ആൾക്കാരന്റെ വീട്ടിലേക്കാണ് എന്റെ ഇക്കാന്റെ മയ്യത്ത് കൊണ്ടുപോയത്. കാരണം എന്താന്ന് വെച്ചാല്, എന്റെ ഇക്കാന്റെ ഏട്ടൻ ചതിച്ച എന്റെ ഇക്കാന്റെ ഏട്ടന്റെ വീട്ടിലേക്ക് അവന്റെ ആയിട്ടൊന്നും ഞങ്ങള് മിണ്ടുകയില്ല. പിന്നെ അവന്റെ വീട്ടില് രാവിലെ തന്നെ കാവല് കെട്ടിപ്പോയിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ ഒക്കെ മരിച്ച ഉടനെ തന്നെ 9:30 ഞങ്ങളോട് സംസാരിച്ചു. 10 മണിക്ക് ഒക്കെ ഈ സംഭവം മരിച്ചിട്ടുണ്ട്. 10:30 ആകുമ്പോഴേക്കും ആ കടയിലത്തെ ഷോപ്പിലത്തെ ഒരു ചെക്കൻ വിളിച്ചിട്ടുണ്ട്. കടയിൽ നിൽക്കണ ഷോപ്പിലത്തെ ചെക്കൻ, നീ വേണമെങ്കിൽ അവരുടെയൊക്കെ മുന്നിൽ തെളിവ് കൊണ്ടുപോടാ, അവരുടെയൊക്കെ നീ നിർത്തി സംസാരിക്കടാ, എന്നെയും വിളിക്കടാ, ഞാൻ അവരോട് ചോദിക്കാടാ. ധൈര്യം ഉണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോവാ. ഈ പറയുന്ന ആൾക്കാരനെയൊക്കെ, ഈ പറഞ്ഞ് നിനക്ക് കേറ്റി തന്ന ആൾക്കാരനെ, ബാക്കിയുള്ളവരെയൊക്കെ നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ. മൈ ഡാഷ് മോനെ ഷെരീഫെ, നാറി ഷെരീഫെ, പെണ്ണുങ്ങളുടെ അവിഹിതം പിടിക്കാൻ നടക്കണവനെ, ആണുങ്ങളുടെ അവിഹിതം പിടിക്കാൻ നടക്കണവനെ, കണ്ട ഡൈവോഴ്സ് ആയ പെണ്ണുങ്ങളുടെ വാലും തൂങ്ങി നടക്കണം നായിന്റെ മോനെ. എനിക്ക് നിന്നോട് പറയാനുള്ള എന്താണെന്നറിയോ? എന്റെ അക്ക മരിച്ച ആ സമയത്ത് തന്നെ സ്പോട്ടിൽ 10:30 എനിക്ക് വിളിച്ചിട്ടുണ്ട്. എന്റെ അക്കാക്ക് എന്തോ അസുഖമാണ്, വയ്യ. അതിന്റെ ഒരാഴ്ച ഇങ്ങോട്ട് നോക്ക് ഷെരീഫെ, ഇങ്ങോട്ട് നോക്ക്. ഒരാഴ്ച മുന്നേ എന്റെ ഇതേപോലെ എന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് സ്റ്റെപ്പിന്ന് താഴെ വീണ്. നിനക്ക് എന്തു പോലെ പറഞ്ഞിട്ടാണോ നീ സംസാരിക്കണേ? ഒരാഴ്ച മുന്നേ എന്നെ വിളിച്ചിട്ട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കടയിൽ ചെക്കൻ വിളിച്ചിട്ട്, ഷാജിത്താത്ത ഇക്കൊക്കെ വീണു, വയ്യാണ്ട് കിടക്കുന്നേന്ന് പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ വണ്ടി എടുത്തിട്ട് 1500-2000 രൂപ എന്റെ നാട്ടിൽ നിന്ന് മുടക്കിയിട്ട് എന്റെ ഉമ്മാനെയും എന്റെ ചെറിയ കുഞ്ഞിനെയും ഞാൻ കൂട്ടിയിട്ട് ആ സ്പോട്ടിൽ എന്റെ അക്കാന്റെ അടുത്ത് എത്തിയ ആളാണ്. അത്രയ്ക്ക് ബന്ധാണ്, സ്നേഹമാണ് ഞങ്ങള് തമ്മിൽ. എന്തടി ഉണ്ടെങ്കിലും ഷാജി ആ 11 മണിയാകുമ്പോഴേക്കും ആ നാട്ടിലെത്തിയിട്ടുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവറിനെ വിളിച്ചിട്ട്. എന്നിട്ട് ഞാൻ അവിടെ പോയി നോക്കുമ്പോ ഇക്ക വെറുതെ എന്നെ പറ്റിച്ചതാണ്. എങ്ങനെ എന്റെ സ്നേഹം ഒന്ന് അളക്കാൻ നോക്കിയതാണ്. മരിക്കുന്നതിന്റെ ഒരാഴ്ച മുന്നത്തെ കഥയിനട്ടോ ഞാൻ പറയുന്നത്, നിങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ്. അളക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പൊ അവർക്ക് ഏകദേശം മരണം അടുത്തിട്ടുണ്ട്. അത് പടച്ചോനും അവർക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്കറിയില്ല ഈ ദുനിയാവില് എങ്ങനെ മരണം. ഒരേ ഒരു വിഷയം, നിനക്കൊക്കെ അറിയാത്ത ഒരേ ഒരു വിഷയം, മരണം എന്നാ ജനനം എന്നാന്ന് ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. ബാക്കി നീ എന്ത് കൊണാപ്പ് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കാം. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇക്കാനെ കണ്ടു. ഇക്കാക്ക് കുഴപ്പമൊന്നുമില്ല, ആള് സെറ്റാണ്. അന്ന് ഒരു ചിരിയും ചിരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നതാണ്. എന്റെ മോനെ കൊണ്ട് ഞാൻ എന്റെ ഉമ്മാന്റെ വീട്ടിന്റെ അടുത്താണ് 4 മാസമായിട്ട് താമസിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷെരീഫെ മോനെ ഇവിടെ നോക്കിട്ടാ, ഒരാഴ്ച
ഞാൻ എന്റെ മോനെ LKG ചേർത്തിട്ട് ഞാൻ വല്ല വർക്കിനും പോവാൻ വേണ്ടിട്ട് ഞാൻ ഇക്കാന്റെ സമ്മതത്തോടെ കൂടിയിട്ട് ഇവിടെ നോക്കിക്കോ, ഞാനൊരു കടയിൽ വർക്കിന് പോകണ്ടായിരുന്നു. രാവിലത്തെ പണികളൊക്കെ ഒരുക്കിയിട്ട് ഒരു പാത്രക്കടയിൽ അവിടെ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ എന്താ പറഞ്ഞാൽ ഈ 5 മക്കളുടെയും പാടിയും കാര്യങ്ങളും ഒരാളെ കൊണ്ട് പോറ്റാൻ പറ്റില്ല. മുതലാളിയായ ആള് തൊഴിലാളി ആയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ 2000 പണി ചെയ്താലും 1000 രൂപ 500 രൂപ വാങ്ങുന്ന സ്വഭാവമാണ്. അപ്പൊ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാണ്. കാരണം മക്കള് വലുതായി വരിക, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്കിന് പോകാൻ തുടങ്ങി. അമ്പോ രാവിലെ തന്നെ ഫോൺ എടുക്കണ്ട, പല്ലേക്ക് അടി. അങ്ങനെ ഈ മരിക്കണ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇതേ ചെക്കൻ വിളിച്ചിട്ട് ഷാജിത്താത്ത അവൻ കരയാണ് കണ്ടപ്പോ എന്താ പിന്നെ മറ്റേ അടവ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാന് വിചാരിച്ചു എന്താടാ ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പല പ്രശ്നമുണ്ട്. അത് നിന്നെ എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഷെരീഫെ, എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെ തമ്മിൽ എന്താ പ്രശ്നം എന്ന് നിന്നോട് പറയേണ്ട ആവശ്യമില്ലടാ മൈ ഡാഷ് മോനെ. പിന്നെ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല് ആ സ്പോട്ടിൽ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് ഞാനും മിക്കി. പക്ഷെ എന്റെ മാമാന്റെ മോനിക്കൊക്കെ വിളിച്ചിട്ട് അല്ലെങ്കിൽ എന്റെ അളാമാന്റെ മോനിക്കൊക്കെ വിളിച്ചിട്ട് അവര് പറഞ്ഞിട്ടുണ്ട് ഇക്ക മരിച്ച കാര്യം. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനും ഇമ്മാനോട് പറയുന്നത് കളിയാക്കാൻ അന്നത്തെ പോലെ കളിയാക്കിയായിരിക്കും പറഞ്ഞിട്ട് ഞാൻ ആ സ്പോട്ടിൽ ഓട്ടോറിക്ഷ വിളിച്ച് 11:30-12 മണിയാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിട്ടുണ്ടടാ. ഷോപ്പിലെത്തിയപ്പോ ഷോപ്പിലില്ല. ഷോപ്പിൽ നിന്ന് നേരെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ഞങ്ങൾ നേരെ പോയി. ആ സ്പോട്ടില് ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞതിന് ശേഷം ഇക്കാനെ മോർച്ചറിയിൽ കടത്തിയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഇക്കാന്റെ മുതലാളിയും ബാക്കിയുള്ളവരൊക്കെ സ്റ്റേഷനിലാണ്. എന്റെ അളാമാന്റെ മോനും ബാക്കിയുള്ളവരൊക്കെ സ്റ്റേഷനിൽ പോയി. അപ്പോഴൊന്നും മോന്റെ ഷെരീഫെ, എന്റെ ഇക്കാന്റെ ആൾക്കാർ അവിടെ എത്തിയിട്ടില്ലടാ നായ. എന്നിട്ട് ഞാൻ അവിടെ ഈ ഡോക്ടർ ഞാൻ വിചാരിച്ചു വയ്യായിക എന്തെങ്കിലും ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറോട് ഞാനും കൂടി ഓട്ടോറിക്ഷ ഡ്രൈവറും കൂടിയിട്ട് പോയി സംസാരിക്കുമ്പോ അവര് പറഞ്ഞു അമ്മാനോട് ഇങ്ങനെ ആള് മരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കില്ല പറഞ്ഞു. എനിക്ക് അങ്ങനെ വിശ്വാസമല്ല. എന്റെ ഒക്കെ അങ്ങനത്തെ ഒരു സംഭവം ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം എന്റെ അടുത്ത് ഒരു 9:30 വരെ എന്നോടും മക്കളോടും സംസാരിച്ച ആളാണ്. ഞങ്ങളോട് ആ പണി ഇക്ക ചെയ്യില്ലെന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു അവരെ കൊണ്ടുപോയിട്ട് മോർച്ചറിയിൽ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആ മോർച്ചറിന്റെ ഉള്ളില് കേറിയ സ്പോട്ടില് ഇക്ക കടക്കിട കണ്ടിട്ടാണ് ഞാൻ വിശ്വസിച്ചത്. എന്റെ ഇക്കാന്റെ ചൂടാറിയിട്ടില്ല. ഒരു സൈഡ് ഭയങ്കര ചൂട്, ഒരു സൈഡ് തണുപ്പും. ഞങ്ങളിങ്ങനെ തൊട്ട് നോക്കുമ്പോ ആ മരിച്ചിട്ട് ഒരു ഇറക്കിയതും ആ ഇറക്കുന്ന ടൈമിലൊക്കെ ആൾക്ക് ജീവനുണ്ട്. കാരണം ഞാൻ പറഞ്ഞുതരാം, ഇക്കാന്റെ അടുത്ത സുഹൃത്ത് നല്ല ഒരു അച്ഛൻ അവിടെ പഴക്കട നടത്തുന്നുണ്ട്. ആ അച്ഛനോടൊക്കെ നീ ചോദിച്ചാൽ അറിയാം മോനെ. ഓക്കെ, അപ്പോ ആ അച്ഛൻ എന്നോട് പിന്നീട് പറഞ്ഞതാണ് മോളെ ഇറക്കുമ്പോ ഒക്കെ ജീവൻ ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കാണ് പോയിരിക്കുന്നത്. ഇതന്നെ സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ മുന്നേ ഏട്ടനോട് പോയിട്ട് പറഞ്ഞിരിക്കണു എനിക്കൊരു തലവേദനിക്കണു, എന്താണെന്നറിയില്ല, ഭയങ്കര തലവേദന എടുക്കണ്ട ഏട്ടാ പറഞ്ഞു. അപ്പൊ ആ ഏട്ടൻ നീ ഒരു ചായ കുടിക്കുക, സ്ട്രോങ് ആയിട്ട് ഒരു ചായ കുടിക്കുന്നിട്ട് പോയി കിടക്ക്, ഞായറാഴ്ചയാണ്, അന്ന് പണിയൊന്നുമില്ല. അപ്പൊ ഇക്ക പണി ഒന്നും ഇല്ലാത്തോണ്ട് തന്നെ ആള് മറ്റേ ചെക്കൻ അവിടത്തെ ആ കുട്ടിന്റെ പേരെന്താന്ന് വെച്ചാല് വാവ എന്ന് പറഞ്ഞ അവന് വിളിപ്പേരാണ്. അവനാണ് ആ കടയിൽ നിൽക്കുന്നത്. ഞാനും അവനായിട്ടൊക്കെ അങ്ങേ അറ്റം ഞങ്ങൾ കടയിൽ നിൽക്കുമ്പോഴൊക്കെ നല്ല ഒരു ബന്ധാണ്. കാരണം എന്റെ മോന്റെ പോലെ തന്നെ. അപ്പൊ അവനോട് ഏൽപ്പിച്ചിട്ട് ഇക്ക മേലെ പോയിട്ട് കടന്നിട്ടുണ്ട്. അപ്പൊ ഈ വിളിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് 9:30 വിളിക്കുമ്പോഴൊക്കെ ഇക്കാന്റെ മേലെ നിന്നിട്ടാണ് ഇക്ക സംസാരിക്കുന്നത്. പിന്നെ ഇക്ക വന്നിട്ട് താഴെ വന്നിട്ട് കത്തി എടുത്തിട്ട് പോയിട്ടുണ്ട്. ഞാൻ ആഴ്ചയിൽ അവിടെ പോണതാണ് മൈൻഡ് മോനെ ഷെരീഫെ, മൈ മോനെ ഡാഷ് മോനെ. ഞാൻ ആഴ്ചയിൽ എന്റെ ഇക്കാന്റെ അടുത്ത് പോണാടാ എന്റെ കുട്ടീനെയും കൊണ്ട്. അപ്പൊ എന്റെ കുട്ടിക്ക് എന്റെ ഉമ്മാന്റെ സാരി കെട്ടിട്ടുണ്ട്, ഓയിൽ സാരി കെട്ടിയിട്ടുണ്ട്. അവിടെ ഞാൻ തൊട്ടി, ചെറിയ കുട്ടിയാണ്, അവന് തൊട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ ആ കെട്ടിയ തൊട്ടിനെ കത്തി കൊണ്ട് മുറിച്ച് താഴെ വന്ന് കത്തി എടുത്തതൊന്നും ഈ കുട്ടി അറിയണില്ല. ഇവിടെ കച്ചവട തിരക്കിലാണ് ഇപ്പൊ. കത്തി എടുത്ത് മുറിച്ച് ആ സംഭവം അവിടെ മറ്റേ കേറുന്നതൊക്കെ ഉണ്ട്. നല്ല ഹൈറ്റാണ്. എന്റെ ഇക്കാക്ക് അത്ര ഹൈറ്റ് ഒന്നുമില്ല. അതിലൊക്കെ കേറി ജസ്റ്റ് ആ സ്പോട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് അപ്പൊ ആരെങ്കിലും വിളിച്ചതാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് ചിലപ്പോ ഇത് മാറിയിട്ടുണ്ടാവും.
അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ളത്, എന്റെ ഒക്കെ ആ സ്പോട്ടിൽ മരിച്ചിട്ട് ആ സ്പോട്ടിൽ ഷാജി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും എത്തുന്നതിന്റെ മുന്നേ ഷാജിയും ഷാജിന്റെ ആൾക്കാരോട് ആ ഹോസ്പിറ്റലിൽ എത്തിയത്, അല്ലാണ്ട് ഇക്കാന്റെ പുന്നാര മക്കളെല്ലാം എത്തിയത്. നീ ആലോചിച്ചോ, നീ എന്റെ ഇക്കാന്റെ ആൾക്കാരനെ കൂട്ടുപിടിച്ചിട്ട് നീ എന്നെ തകർക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ വെറും വ്യാമോഹം മാത്രമാണ്. ഓക്കെ, അങ്ങനെയാണ് ആ സ്പോട്ടിലാണ് എന്റെ ഇക്ക മരിച്ചിട്ട് ഞങ്ങൾ അവിടെ എത്തി. ഞാൻ ആ മോർച്ചറി പോയി കണ്ട്, എനിക്ക് വയ്യാണ്ടായി 1.5 മണിക്കൂർ ഞാൻ അവിടെ ഞാൻ തളർന്നു. ആ മോർച്ചറിയിൽ തന്നെ ഞാൻ തളർന്നു. എന്നെ എടുത്തുകൊണ്ട് നീ പറയുന്ന സിനാനി ഇവരൊക്കെ വിളിച്ചോ നീയെ, ഞാൻ അവിടെ 1.5 മണിക്കൂർ ഞാൻ കിടക്കായിരുന്നു മയക്കത്തില്. ഞാന് ബോധം കെട്ട് കിടക്കായിരുന്നു. നായിന്റെ മോനെ ഞാൻ തെറി പറയില്ലാന്ന് വിചാരിച്ചാണ്, പക്ഷെ നീ എന്റെ അടുത്ത് എരന്ന് വാങ്ങണടാ ചേച്ചേ. എന്നിട്ട് ഇവിടെ ഒരു ഭാര്യ ഒരു ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞാ ഭർത്താവിന് മറ്റേ ഇത് കൊണ്ടുവരുമ്പോഴാണ് നായിന്റെ മോനെ വരിക. അത് കഴിഞ്ഞിട്ട് എന്റെ ഇക്കാന്റെ ശരിക്കും പറഞ്ഞാൽ എന്റെ വീട്ടില് ഞങ്ങളുടെ പള്ളിയിൽ ചേർന്നതാണെങ്കിൽ എന്റെ ഇക്കാനെ അവിടെ കബറടക്കം ചെയ്തിട്ടുണ്ടാവും. എന്റെ വീട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ ആ ഇതിൽ ചേർന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 1-ാമത്തെ പള്ളിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതുള്ളത്. അതുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് എന്റെ ഒക്കെ ഞാനൊക്കെ കൂടുതൽ ജീവിച്ചിരിക്കണതും ഞങ്ങളുടെ പള്ളി നെല്ലിക്കാട് നാട്ടിലാണ്. അപ്പൊ ഞാൻ നിന്നോട് പറയണ്, നിന്നോട് വെല്ലുവിളിക്കാണ് ഞാന്, നീ തെളിവുകൾ കൊണ്ടുപോവാ. പിന്നെ എന്റെ അവിഹിതം പിന്നെ ഞാന് അവിടെ ഇക്കാന്റെ മരിപ്പ് ഒരു 2 മണി ഉച്ചയാകുമ്പോഴേക്കൊക്കെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ മുന്നേ ഞാനും മക്കളും ഒക്കെ ആ റൂമിൽ പോയി കിടക്കുന്നുണ്ട്. അപ്പോഴും അവിടുത്തെ തേവിടിച്ചി പെണ്ണുങ്ങള്, അതങ്ങനെ തന്നെ പറയട്ടെ, അവിടുത്തെ ഇക്കാന്റെ കുറച്ച് തേവിടിച്ചികള്, അമ്മായിന്റെ മക്കളും നിനക്ക് വിളിച്ചില്ല ഒരു അമ്മായിന്റെ ചേറ്റ പെണ്ണ്, അവളുടെയൊക്കെ കഥയിലേക്ക് ഞാൻ വരുന്നുള്ളൂ ഷാജി, ഇറങ്ങണുള്ളൂ. മൈ ഡാഷ് മോനെ, നിനക്ക് എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചിട്ടാണല്ലോ നിനക്ക് കോണ്ടാക്ട്. അപ്പൊ ഞാൻ അവളിലേക്കൊക്കെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോ എവിടെ പറഞ്ഞു നിർത്തിയത്? അങ്ങനെ എന്റെ ഇക്ക മരിച്ച് മണിക്കൂറുകൾ മുന്നേ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് എണിക്കാനും കൂടി പറ്റാണ്ട് കിടക്കുക. എന്റെ മക്കളൊന്നും ഈ മരിപ്പ് അറിഞ്ഞിട്ടേ ഇല്ല. എന്റെ മക്കളൊക്കെ ഉറങ്ങായിരുന്നു. ഓക്കെ, ഞങ്ങൾ തിരിച്ചെത്തിയത് പുലർച്ചെ 2 മണി 3 മണി ടൈമിലാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തണത്. അത്ര നേരം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നടാ നായിന്റെ മോനെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി നീ അടുത്ത അവരാതെ എന്താ ഉണ്ടാക്കിയിരിക്കണേ? ഞാനും ഫാത്തി എന്നെ ഏറ്റെടുക്കുക. എന്ത് മൈരിനാട നായിന്റെ മോനെ ഫാത്തി എന്നെ ഏറ്റെടുക്കേണ്ട ആവശ്യം? അവൻ അവന്റെ മക്കളെ നോക്കണം, ഞാൻ എന്റെ മക്കളെ നോക്കിയിട്ട് ജീവിക്കണം. ഓക്കെ, നീ നിന്റെ മക്കളെ, നിന്റെ കെട്ടിയോള് തൂറിയിട്ട മക്കളെ നീ നോക്കണം നായിന്റെ മോനെ, പണിയെടുത്ത് നോക്കണം ചേറ്റ ഷെരീഫെ. കുറച്ച് കോമഡിയും വളിച്ച കോമഡി നിന്റെ മറ്റേ ഇതിലേക്ക് തള്ളിയിട്ട് നീ വലിയ മെയിൻ ആവാൻ നോക്കണ്ട നായിന്റെ മോനെ. പിന്നെ കല്യാണം മരിപ്പൊക്കെ കഴിഞ്ഞ് ഇതാക്കിയതിന്റെ ശേഷം ഞാന് കാസർഗോഡത്തെ ഒരു ചെക്കൻ, എടാ നായിന്റെ മോനെ, എന്നെ സഹായിച്ച ഒരു ചെക്കന്റെ കൂടെ ഞാന് വയനാട് പോയി ട്രിപ്പ് പോയി അതാക്കി ഇതാക്കി എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. പിന്നെ ആർക്കൊക്കെയോ ഞാൻ എന്റെ അവിഹിതം എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് നോക്കണം നായിന്റെ മോനെ. നിനക്ക് എന്താണ് നഷ്ടം നായേ? നിനക്ക് എന്താണ് നഷ്ടം? ഞാൻ അയച്ചു കൊടുത്താലും തുണി അഴിച്ചിട്ടാലും വേറുള്ളതായാലും നിന്റെ കെട്ടികളല്ലല്ലോ ഞാന്. നിന്റെ കെട്ടികളാണോ ഞാന്? ആണോ? നിന്റെ കെട്ടിയോളെ പറഞ്ഞാ മതി. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയും. എന്റെ മക്കളുണ്ട്, ഞാനുണ്ട് ഇവിടെ. നീ എന്റെ ആങ്ങളെ എന്റെ മറ്റവനോ മറച്ചവനോ അല്ല. നീ എന്നിലേക്ക് വരണ്ട ഷെരീഫെ, നല്ലതല്ല. പിന്നെ ഫാത്തിന്റെ പേരിൽ കേസ് കൊടുത്തുണ്ടോ? നീ ഒരു കേസും കൊണ്ട് ഞാന് സ്റ്റേഷനിൽ പോയപ്പോ അവിടെ നിന്ന് സ്പോട്ടിൽ മുങ്ങിയതാണ് നീ നിന്റെ കെട്ടിയോളും. പരാതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ വീഡിയോസ് ഒക്കെ സാറ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴേ അവിടെ നിന്ന് ഒരൊറ്റ മുങ്ങിയതാ. കാരണം എന്താണ് ഡിലീറ്റ് ചെയ്യില്ല? കാരണം അതിന്റെ ഡോളറൊക്കെ നിനക്ക് കേറണുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നൈന്റെ മോനെ ഷെരീഫെ, നീ ഒന്ന് ആലോചിച്ചോ. കളിക്കുന്നത് ഷാജിനോടാണ്. ഇക്കാനെ കൊന്നാലോ മരിച്ചാലോ 15 കൊല്ലം എനിക്കും എന്റെ മക്കൾക്കും മാത്രമാണ് നായേ നഷ്ടം. നിനക്കോ എന്റെ കെട്ടിയോന്റെ ആൾക്കാരോ എന്റെ ഉമ്മാന്റെ ആൾക്കാർക്കോ എന്റെ ഒരു വാപ്പന്. പിന്നെ എന്റെ ഉമ്മാന്റെ ജട്ടി ഡാൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ പേരക്കുട്ടികൾക്ക് ജട്ടി പൊക്കി കൊടുക്കണ നിന്റെ വീട്ടിലെ നിന്റെ ഉമ്മ ഫറദ പൊക്കി കാണിച്ചു കൊടുക്കണ്ടോ നിന്റെ മക്കൾക്ക്? ഉണ്ടോ? അങ്ങനെയൊക്കെയാണ് നിന്റെ ഉമ്മ. അപ്പൊ എന്റെ ഉമ്മ എന്റെ മക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പുറത്തിട്ടുണ്ടെങ്കിൽ അത് ഉമ്മാന്റെ കയ്യിലിരിപ്പോണ്ട് തന്നെ ഞാൻ അത് 1 മാസം കഴിഞ്ഞിട്ട് അത് പുറത്തു വിടണ്ടേ. കാരണം എന്താ? ഇറ്റ്സ് മീ കൈസിന് എന്റെ ഉമ്മ വിളിച്ചു പറഞ്ഞ അപരാധങ്ങൾ കാരണം കൊണ്ട് എന്റെ മൈൻഡ് മാറി. പിന്നെ നീ പെണ്ണാണെങ്കിൽ ധൈര്യമുള്ളവളാണെങ്കിൽ ഇടടി എന്ന് പറഞ്ഞു. ഇട്ടത് എന്നെ ആര് നാറി? ഞാനാ നാറി?
അപ്പൊ ഉമ്മാന്റെ എടാ ഉമ്മ എന്ന് പറയണത് വാക്കുകൊണ്ട് മാത്രം ഉമ്മായ പോരാ മോനെ, എല്ലാം കൊണ്ടും ഉമ്മ ആവണം. ഓക്കെ, എല്ലാം കൊണ്ടും തികഞ്ഞവളാണ് ഉമ്മ. ആ സ്ഥാനം എന്റെ ഉമ്മക്ക് കിട്ടിയിട്ടില്ല. വെറും പണിയെടുത്തിട്ട് മാത്രം. എന്റെ ഉമ്മ ഞങ്ങളെ നോക്കിയിരിക്കണത് ഞങ്ങളെ ചെറുപ്പം മുതൽ എനിക്കൊന്നും പാല് തന്നിട്ടില്ല. അനിയന്മാരെ നോക്കാനും കുടുംബം നോക്കാനും എന്നെ പെറ്റിട്ടിട്ട് എന്റെ ശേഷം പോയ ആൾക്കാരാണ്. കാരണം തന്തിയും തള്ളിയും പണിക്ക് പോണില്ല, വേറെയുള്ള തിന്നാനും തൂറാനും അനിയന്മാർക്കും കൊടുക്കാനൊക്കെ പണിക്ക് പോയിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് കുട്ടികളും മക്കളൊന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ നിന്നോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഉമ്മാന്ന് പറയുന്ന സംഭവം പെറ്റിട്ടിട്ട് അങ്ങോട്ട് പോണതല്ല. നോക്കിയിട്ടില്ല എന്നൊന്നും പറയില്ല. 10-15 കൊല്ലം പണിക്ക് പോയിട്ടുണ്ടേ. പക്ഷേ ഉമ്മാന്റെ സ്നേഹം, കരുതല്, വേറുള്ളത് പെണ്ണുങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ കിട്ടേണ്ട സമയത്ത് പെൺകുട്ടികൾക്ക് കിട്ടണം. അല്ലെങ്കിൽ കണക്കന്നെ ഉമ്മാനായിട്ടുള്ളത്. നിന്റെ ഉമ്മ എന്റെ ഉമ്മാനെ നീ കണക്കാക്കണ്ട. പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, എന്റെ പിന്നാലെ നീ വരണ്ട. ഞാൻ പിന്നെയും പറയണേ, നീ എന്റെ പിന്നാലെ വരണ്ട. എന്നെ മറ്റുള്ളവരോട് ചേർത്ത് വെച്ച് പറയണ്ട. നിനക്കും ഫാത്തിക്കും നീ അവന്റെ കെട്ടിയോൾക്കും, എടാ അവന്റെ കെട്ടിയോൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ നീ ഭയങ്കരമായിട്ട് പൊരുതുണ്ട്. എന്തേ അവന്റെ കെട്ടിയോള് നിനക്ക് എന്തെങ്കിലും തരാ പറഞ്ഞ? അല്ല, അറിയാണ്ട് ചോദിക്കാണ്. കാരണം അവള് പല ആൾക്കാർക്കും കൊടുക്കണതുകൊണ്ടേ നിനക്കും തരാന്ന് പറഞ്ഞോ? ഭയങ്കരമായിട്ട് ഒലിപ്പീരി. പിന്നെ ഫാത്തി അല്ല, ഫാത്തിന്റെ ഉപ്പൂപ്പ വന്ന് ഏറ്റെടുത്താലും ഞാൻ ഒരാളുടെ കീഴിലും പോണ ആളല്ല. എനിക്ക് പറ്റും പോലെ എന്റെ മക്കളെ നോക്കി വളർത്തും. അവര് പിന്നെ ബാക്കിയുള്ളവർ തന്നെ പറയുന്നത് ആൺകുട്ടികളാണ് പറഞ്ഞിട്ട് ഞാൻ ഒരു അഹങ്കാരം കാണിക്കുന്നില്ല. ആൺകുട്ടികളിലൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അവരിനെ വളർത്തേണ്ട ഒരു കടമ എനിക്കുണ്ട്. ആ കടമ ഞാൻ തീർക്കുന്നവരെ ആ മക്കളെ ഞാൻ നോക്കും, വളർത്തും. പിന്നീട് അവര് ഉമ്മാനെ നോക്കേണ്ട കടമ അവർക്കാണ്. അവർ വേണമെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട. അത് പറഞ്ഞിട്ട് ഇവിടെ എത്ര വൃദ്ധസദനങ്ങളുണ്ട്, പോയി ജീവിക്കും. അല്ലെങ്കിൽ ജാതി ഒറ്റയ്ക്ക് ജീവിക്കും മോനെ. ഓക്കെ, ആ ഒറ്റയ്ക്ക് ജീവിക്കണ ആ ഉമ്മാന്റെ അതേ മോളന്നെ ഇത്. അതുകൊണ്ട് കുറച്ച് തന്റെ ഇടം കുറച്ച് കൂടുതലാണ്. ഓക്കെ, തന്റെ ഇടത്തോടു കൂടി ജീവിക്കുന്ന ഷെരീഫ മാള് എന്ന് പറയുന്ന ആ ഉമ്മാന്റെ ബ്ലഡാണ് ഇവിടെ ഓടുന്നത്. ആ എന്റെ ഉപ്പാന്റെ ബ്ലഡ് അവിടെ ഓടുന്നത് കാരണം ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണ്. അപ്പൊ നിന്റെ ഈ മെരട്ടില് നിന്റെ